അമ്മേ, ഞാൻ പറയുന്നൊന്നും അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? അതോ അമ്മയും അയാളും കൂടി പൊട്ടം കളിക്കാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് കേസ് പിൻവലിച്ച് മര്യാദയ്ക്ക് നിന്നില്ലെങ്കിലുണ്ടല്ലോ, നേരത്തെ വർഷാപ്പടിച്ച് പൊളിച്ചതേ ഉള്ളൂ. ഇനി ചിലപ്പോ ജനിപ്പിച്ച തന്തയാണെന്ന് പോലും ഞാൻ നോക്കില്ല. നീ എന്റെ വിനുമോന്റെ ദേഹത്ത് കൈവച്ചപ്പോഴും ഞാൻ ക്ഷമിച്ചതാ. ഇനി നീ എന്റെ മാധവേട്ടനെ തല്ലൂന്നോ? നിന്റെ അച്ഛനെന്ന് പറയുന്നതാ എന്റെ മാധവേട്ടന്റെ അപമാനം. എന്നെ തിട്ടപ്പെടുത്താനാകാത്ത കോടികളുടെ ആസ്തിയുള്ള എന്റെ കോവിലകത്തേക്ക് എന്റെ മാധവേട്ടൻ ചെന്നൊന്ന് തല കുനിച്ച് നിന്നിരുന്നെങ്കിൽ ഇന്ന് കോടീശ്വരനായി ജീവിച്ചേനെ. ദാരിദ്ര്യം ഉണ്ടെങ്കിലും അന്തസ് കൈവിടാതെ ജീവിച്ച ആ മനുഷ്യനെ അപമാനിച്ചാലുണ്ടല്ലോ, ഈ ചന്ദ്രികാവർമ്മ മൂത്ത മോന് കൈവിറയ്ക്കാതെ വായിക്കരിയിടും. ഇറങ്ങട പുറത്ത്. ഇതെന്റെ മോന്റെ വീടാ, എന്റെ വിനുമോന്റെ വീട്. നിങ്ങൾ പുറത്തിറങ്ങുന്നോ അതോ അടിച്ചിറക്കി വിടണോ? നല്ല ചൂലുണ്ടകത്ത്. രാജവെമ്പാലയാ നിങ്ങൾ നോവിച്ചു വിടുന്നേന്ന് ഓർക്കണം. ഇതിന്റെ ഫലം അനുഭവിക്കാൻ പോകുന്നേയുള്ളൂ. കാത്തിരുന്നോ അമ്മായിമ്മയും മരുമോളും. അമ്മേ, ഞാൻ പറഞ്ഞത് അധികമായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പാവം മിണ്ടാപ്രാണി എന്റെ വിനുവേട്ടനെ ഉപദ്രവിച്ചെന്നോട് അറിഞ്ഞപ്പോ ഏട്ടനാണെന്ന് കൂടി ഓർത്തില്ല. നിയന്ത്രണം വിട്ടുപോയതാ. ഭർത്താവിന്റെ ഏട്ടന് നീ ആഹാരം വിളമ്പിയില്ലേ? അത് കുടുംബത്തിൽ പിറന്ന പെണ്ണിന്റെ കടമ. ഭർത്താവിനെ അടിച്ചവനെ ആട്ടിയിറക്കിയില്ലേ? അത് താലി കെട്ടിയ പെണ്ണിന്റെ നെഞ്ചുറപ്പ്. രണ്ടും എന്റെ മരുമകള് ഭംഗിയായി നിർവഹിച്ചു.